السلام عليكم ورحمة الله وبركاته. رياض الصالحين أنبتي يرامة حديثان عن أبي ثابت وقيل أبي سعيد وقيل أبي الوليد سهل بن حنيف رضي الله تعالى عنه ذلكنا حديثان وهو بدري അദ്ദേഹം ബദർ യുദ്ധത്തിൽ പങ്കെടുത്തവനാണ്. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ സഅല അല്ലാഹ തആല ആരെങ്കിലും അല്ലാഹുവിനോട് ചോദിച്ചാൽ അഷ്ഷഹാദത രക്തസാക്ഷിത്വം അഥവാ യുദ്ധത്തിൽ മരണപ്പെടാൻ വേണ്ടി അല്ലാഹുവിനോട് ചോദിച്ചാൽ ബിസ്ദിഖിൻ എങ്ങനെ ചോദിച്ചു? ആത്മാർത്ഥമായി സത്യസന്ധതയോടെ ചോദിച്ചാൽ ബല്ലഗഹുല്ലാഹ് അവനെ അല്ലാഹു തആല എത്തിക്കും. മനാസില ശുഹദാ രക്തസാക്ഷികളുടെ പദവികളിൽ തന്നെ അല്ലാഹു തആല അവനെ എത്തിക്കും. വഇൻ മാത അവൻ മരണപ്പെട്ടാലും ശരി അലാ ഫിറാശിഹി അവൻ്റെ കിടക്കയിൽ അവൻ്റെ ബെഡിൽ അവൻ മരണപ്പെട്ടാലും അല്ലാഹു തആല അവന് ശുഹദാക്കളുടെ സ്ഥാനം കൊടുക്കും. വളരെ ചെറിയ ഹദീസാണെങ്കിലും വലിയ പാഠമാണ് നമുക്ക് നൽകുന്നത്. എപ്പോഴും നമുക്ക് വലിയ ആഗ്രഹങ്ങൾ വേണം. ഒരു മനുഷ്യന്, ഒരു മുസ്ലിം ആഗ്രഹിക്കേണ്ട വലിയ ആഗ്രഹമാണ് എന്ത്? അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനം എനിക്ക് വേണം. ദുനിയാവിൽ ജനങ്ങൾക്കിടയിൽ സ്ഥാനം എനിക്കില്ലെങ്കിലും പടച്ചവൻ്റെ അടുക്കൽ വലിയ സ്ഥാനം വേണം. അങ്ങനെ സ്ഥാനം കിട്ടാനുള്ള ഒരു വഴിയാണ് രക്തസാക്ഷിത്വം അഥവാ ഷഹീദായി മരിക്കുക എന്നുള്ളത്. ഇവിടെ പറയുന്നത് അങ്ങനെയുള്ള വലിയ വലിയ ലക്ഷ്യങ്ങൾ നമുക്കുണ്ടായി കഴിഞ്ഞാൽ നാം ആദ്യം വേണ്ടത് അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹുവിനോട് ദുആ ചെയ്ത് പടച്ചവനോട് അത് സാക്ഷാത്കരിക്കാൻ വേണ്ടി ഇങ്ങനെ ചോദിക്കണം. അതോടൊപ്പം ബിസ്ദിഖിൻ ആത്മാർത്ഥമായി ചോദിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനുള്ളിൽ അത്രയൊന്നും ആഗ്രഹമില്ല, അതല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ നമ്മൾ അതിന് തയ്യാറല്ല, പിന്നെയോ ദുആ ചെയ്യും. അങ്ങനെയല്ല. ബിസ്ദിഖിൻ എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുന്നു, മനസ്സിൽ വല്ലാത്ത ആഗ്രഹം ഉണ്ട്, അത് യഥാർത്ഥത്തിൽ തന്നെയാണ്, അദ്ദേഹം മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ചോദിക്കുന്നത്. മാത്രമല്ല സാഹചര്യങ്ങൾ വരുമ്പോൾ അവൻ്റെ അവയവങ്ങൾ അത് സാക്ഷാത്കരിക്കാൻ വേണ്ടി അധ്വാനിക്കുകയും ശ്രമിക്കുകയും അതിന് റെഡിയാവുകയും ചെയ്യുന്നു. അപ്പോഴാണ് ബിസ്ദിഖിൻ എന്നത് യാഥാർത്ഥ്യമാവുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയ വലിയ ആഗ്രഹങ്ങൾ വേണം. ഉദാഹരണത്തിന് പറയുക, ഖുർആൻ പാരായണം ഓരോ മാസവും എന്നെക്കൊണ്ട് ഒരു ഖത്മ് തീർക്കാൻ സാധിക്കണം. ഉദാഹരണം. അതല്ലെങ്കിൽ എൻ്റെ മക്കളെയൊക്കെ നല്ല ആലിമീങ്ങളാക്കണം, ഖുർആൻ അറിയുന്നവരാക്കണം, നല്ല സൽസ്വഭാവികളാക്കി അവർക്ക് കുടുംബത്തിനും ദീനിനും ഒക്കെ ഉപകാരപ്പെടുന്ന മക്കളാകണം. അതുമല്ലെങ്കിൽ എനിക്ക് ഒരു 10 സാധുക്കൾക്ക് എന്നെക്കൊണ്ട് ഞാൻ സമ്പാദിച്ച പണം കൊണ്ട് 10 സാധുക്കൾക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ എന്നെക്കൊണ്ട് സാധിക്കണം. അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ നമുക്ക് നമ്മുടെ മനസ്സിനുള്ളിൽ വേണം. മാത്രമല്ല അള്ളാഹുവിനോട് നാം അത്തരം ആഗ്രഹങ്ങൾ ചോദിക്കുകയും വേണം, ദുആ ചെയ്യുകയും വേണം. മാത്രമല്ല അതിനു വേണ്ടി ചെറിയ ആക്ഷൻസ് നമ്മിൽ നിന്ന് ഉണ്ടാകണം. അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി നാം പ്രവർത്തിക്കുകയും വേണം. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സാധിച്ചെന്ന് വരില്ല. നമുക്ക് ഒരു മാസം കൊണ്ട് ഒരു ഖത്മ് ഓതാൻ, ഒരു ഖത്മ് തീർക്കാൻ സാധിച്ചെന്ന് വരില്ല. അതല്ലെങ്കിൽ 10 ആളുകൾക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ സാധിച്ചെന്ന് വരില്ല. എന്നിരുന്നാലും ഒരാൾക്ക് വീടുണ്ടാക്കാൻ 1 സ്ക്വയർ ഫീറ്റ് നമുക്ക് കൊടുക്കാൻ സാധിച്ചാൽ തീർച്ചയായും നാം അള്ളാഹുവിനോട് ചോദിക്കുന്നത് ആത്മാർത്ഥമായി തന്നെയാണ് എന്ന് അതിൻ്റെ അടയാളമാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും ആഗ്രഹങ്ങൾ, വലിയ വലിയ ആഗ്രഹങ്ങൾ വേണം. ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുകയും വേണം. അതിനു വേണ്ടി നമ്മളാൽ കഴിയുന്ന ആത്മാർത്ഥമായ പ്രവർത്തനവും വേണം. ഇതൊക്കെ ചെയ്തിട്ടും
നമുക്ക് ആ കാര്യം സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അല്ലാഹു തആല തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ ചെയ്തവർക്ക് എന്ത് പദവിയാണ് നൽകുന്നത്, എന്ത് കൂലിയാണ് നൽകുന്നത്, അതേ കൂലി നമുക്ക് നൽകും.